ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ വരുന്നു. നമുക്ക് അതിൻ്റെ ഡേറ്റ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മുൻപായിട്ട് അതിൻ്റെ മാത്സ് പോർഷൻസ് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ തംബ്നെയിലിൽ വെറുതെ പറഞ്ഞതല്ല, മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഈ ക്ലാസ്സുകൾ ഏകദേശം 12ഓളം ഇവിടെ ഞാൻ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാത്സിൻ്റെ സിലബസ്. 12 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 12 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് 12 ക്ലാസ്സസ് ആയിട്ട് കിട്ടും. അത് ചിലപ്പം ഇപ്പം ഇന്നത്തെ ഈ ക്ലാസ് ഇന്ന് നമ്മൾ എടുക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. അത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് പൂർണ്ണമാവത്തില്ല. അത് 2 പാർട്ടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ബേസിക്സ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് മാത്സ് എന്ന് പറയുന്നത് അങ്ങേ അറ്റം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരാളിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെ മാത്സിന് ഒരു രക്ഷയില്ലാതിരിക്കുന്ന ഒരാളിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് 0 ആണെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ അത് 100% എത്തും. അതായത് ഈ ഒരു മുഴുവൻ സീരീസ് കഴിയുമ്പോൾ ഏകദേശം ഒരു മാസത്തിന് മുൻപ്, ഒരു മാസത്തിനകം, ഇന്ന് മുതൽ ഒരു 30 ദിവസത്തിനകം ഈ മുഴുവൻ ക്ലാസ്സസും നമ്മൾ അപ്ലോഡ് ചെയ്ത് തീർക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. വീഡിയോസ് ഓരോ ദിവസവും അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്ലാസ് കാണുന്നതോടൊപ്പം ഇതിൽ ഞാൻ പറയുന്ന ആക്ടിവിറ്റീസും കൂടെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ഒരു വാട്സാപ്പ് ചാനലുണ്ട്. ആ ഒരു വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നമ്മളിതിൻ്റെ എക്സസൈസും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. സോ ആ ഒരു വാട്സാപ്പ് ചാനലും കൂടെ നിങ്ങളൊന്ന്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്യുക. ആപ്പിലും ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ അതും ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ കുറച്ച് ഈ ഒരു ക്ലാസ് കാണുക, കണ്ടുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് കാര്യമില്ല. ക്ലാസ്സുകൾ കാണുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഈ പറയുന്ന ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടിരുന്ന്, ഇതിനെ വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് പോകുന്ന പോലെ ഇരിക്കാതെ നിങ്ങൾ അതിൻ്റെ കൂടെ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഇപ്പോൾ വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ കഴിയുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതും ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ പോകുന്നൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കേണ്ടത് ഇതാണ് നമ്മുടെ സിലബസ്. ആദ്യം സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, പെർസെൻറ്റേജ് ശതമാനം, ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ്, സാധാരണ പലിശയും കൂട്ടുപലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗ നിയമങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻസ്, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയ മെൻസുറേഷൻ എന്ന് നമ്മൾ പറയും, പ്രോഗ്രഷൻ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ്, അതുപോലെ തന്നെ ജോമെട്രിക് പ്രോഗ്രഷൻസ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് പഠിക്കാൻ. ഇതൊക്കെ ഒന്നിലധികം വീഡിയോസ് ചില ക്ലാസ്സുകൾക്ക് വേണ്ടി വരും. അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാം ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ കുറച്ച് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് എല്ലാവരും ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും, നമ്മൾ ഈ വരുന്ന പരീക്ഷകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനറൽ PSC ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സസ്. ഇപ്പോൾ മാത്സ് മാത്രമല്ല, പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ മാത്സ് മാത്രമാണ് പഠിപ്പിക്കുക എന്നല്ല. എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, മോക്ക് ടെസ്റ്റുകൾ, നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് സപ്പോർട്ട്, ഇതെല്ലാം അതിനകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ഡ്യൂറേഷൻ ഇല്ല. നിങ്ങൾക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് ലൈഫ് ടൈം വരെ ആക്സസ് ചെയ്യാൻ പറ്റും. ആകെ ഫീസ് വരുന്നത് 1990, അതായത് 2000 രൂപയാണ് ആകെ ഫീസ് വരിക. സോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ നിന്ന് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്ഥിരമായി ചോദിക്കുന്ന ചില ക്ലീഷേ ടൈപ്പ് ചോദ്യങ്ങളും ഒക്കെ PSC ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരിക്കലും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല എന്താണ് നാച്ചുറൽ നമ്പർ എന്നോ, അല്ലെങ്കിൽ എന്താണ് ഹോൾ നമ്പർ എന്നോ, എന്താണ് ഈവൻ നമ്പർ, എന്താണ് ഓഡ് നമ്പർ, എന്താണ് പ്രൈം നമ്പർ, എന്താണ് പെർഫെക്റ്റ് നമ്പർ. ഇതൊന്നും നിങ്ങളോട് ആരും ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്. പക്ഷേ
ഇതിൻ്റെ അറിവുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ചില ചോദ്യങ്ങളിൽ അത് നിങ്ങളെ സഹായിക്കും. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളെന്ന്. അപ്പം നമുക്ക് ഈ ഓരോ നമ്പേഴ്സ്, നമുക്കിവിടെ 10 നമ്പേഴ്സിനെ പറ്റി പഠിക്കണം. ഇതല്ലാതെ വേറെയും കുറേ നമ്പർ, റിയൽ നമ്പർ, ഇമാജിനറി നമ്പർ, കോംപ്ലക്സ് നമ്പർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അതൊന്നും ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഈ 10 നമ്പേഴ്സ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പറയാനായിട്ട് നമുക്ക് 10 മിനിറ്റ് പോലും വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 1-2 നമ്പേഴ്സ് മാത്രമേ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കുന്നത്, അല്ലെങ്കിൽ കേട്ട് കാണാൻ സാധ്യതയില്ലാത്തത്. ഇപ്പോൾ ഈ പെർഫെക്റ്റ് നമ്പർ ആയിരിക്കും ചിലപ്പോൾ അതിൽ ഒന്ന് വരിക, ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പെർഫെക്റ്റ് നമ്പർ എന്താണ്? അനഘസംഖ്യകൾ, അതിനെപ്പറ്റി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല. ബാക്കി നമ്പേഴ്സ് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഈ നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ, ഡിവിസിബിലിറ്റി ആൻഡ് റിമൈൻഡർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഡിവിസിബിലിറ്റി റൂൾസ് പറഞ്ഞ സമയത്ത്. അപ്പം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ മലയാളം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എണ്ണൽ സംഖ്യകൾ. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ പറയുന്നതാണ് എന്ത്? എണ്ണൽ സംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എണ്ണുന്നത്? നമുക്ക് കുറേ മാങ്ങ എണ്ണണം, കുറേ ചക്ക എണ്ണണം, കുറേ തണ്ണിമത്തൻ, ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണല്ലോ, തണ്ണിമത്തൻ എണ്ണണം, കുറേ സാധനങ്ങൾ എണ്ണണം, 4 എണ്ണം വേണം, 5 എണ്ണം വേണം, 6 എണ്ണം വേണം, അല്ലേ? അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ കൂടെ നമ്മൾ എണ്ണവും കൂടെ അങ്ങ് പറയും, 6 എണ്ണം, 7 എണ്ണം, 8 എണ്ണം. അപ്പം എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? എണ്ണൽ സംഖ്യകൾ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3, 4 ഇങ്ങനെ പോയിട്ട് അതിന് അവസാനമില്ല എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ പോയി അവസാനിക്കുന്നു എന്ന് പറയരുത്. ഇൻഫിനിറ്റിയിൽ പോയി അവസാനിക്കുകയല്ല, അവസാനിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന സൈൻ ഉപയോഗിക്കുന്നത്. അതായത് അത് ഇങ്ങനെ, അതിന് അവസാനമില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ എണ്ണൽ സംഖ്യകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി വരെ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. നമുക്ക് എത്രയേ ഉള്ളൂ, അതിനകത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്തിൽ പറയാനില്ല. പിന്നെ ഉള്ളതാണ് ഹോൾ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പർ തന്നെ 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി, ഓക്കെ. പക്ഷേ അതിലെന്തൂടെ വരും? 0 കൂടെ വരും. നമ്മൾ എണ്ണാൻ എന്ത് ഉപയോഗിക്കത്തില്ല? 0 ഉപയോഗിക്കത്തില്ല, അല്ലേ? എണ്ണുമ്പോൾ നമ്മൾ 0 ഉപയോഗിക്കുക. 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണുമോ? ഇല്ല. എണ്ണുമ്പോൾ നമ്മൾ 1, 2, 3, 4. പക്ഷെ അതിനകത്തിൽ നമ്മൾ എന്തുകൂടെ ചേർക്കും? 0 കൂടെ ചേർക്കുമ്പോൾ അതിനെ പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ്, അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. അടുത്തതാണ് ഇൻറ്റീജേഴ്സ്. എന്താണ് ഇൻറ്റീജേഴ്സ്, അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ? സംഖ്യകൾ പൂർണ്ണമാവണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നമ്പർ ലൈൻ സങ്കല്പിക്കുക, സംഖ്യാരേഖ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന, ഇവിടെ 0, വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറയും പോസിറ്റീവ് നമ്പേഴ്സ്, ഇടത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറയും നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും, അല്ലേ? പോസിറ്റീവ് സംഖ്യകളുടെ മലയാളം അതിസംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ ന്യൂനസംഖ്യകൾ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പോട്ടെ. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5 അപ് ടു ഇൻഫിനിറ്റി. നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4. സോ ഇതെല്ലാം കൂടെ ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻറ്റീജേഴ്സ്. അപ്പോൾ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും 0യും കൂടെ ചേരുമ്പോൾ പറയുന്ന പേരാണ് ഇൻറ്റീജർ. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും, പിന്നെ 0യും വരും. സോ 0, പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പറയുന്ന പേരാണ് ഇൻറ്റീജർ. ഓക്കെ ആണേ? യെസ്. അടുത്തത് റാഷണൽ നമ്പർ. അതിൻ്റെ മലയാളമാണ് ഭിന്നക സംഖ്യകൾ. ആ പേരിൽ തന്നെയുണ്ട് ഭിന്നസംഖ്യ അല്ല കേട്ടോ, ഭിന്നസംഖ്യ വേറെ. ഇവിടെ ഒരു കായും കൂടെ ഉണ്ട്, ഭിന്നക സംഖ്യകൾ. അതെന്താ ഈ ഭിന്നക സംഖ്യകൾ? ഭിന്നസംഖ്യകളല്ല, ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? RATIONAL. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു വാക്ക് കണ്ടോ, റേഷ്യോ ആക്കി എഴുതാൻ പറ്റുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് റാഷണൽ നമ്പർ. സോ എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ റേഷ്യോ ഫോം. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ? A:B എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം. ഈ A:B എന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ നമ്മളൊരു നിയമം പഠിക്കുന്നുണ്ട്. A:B എന്ന് പറഞ്ഞാൽ A/B ആണ്.
A/B എന്ന് പറഞ്ഞാൽ എന്താണ്? A/B ആണ്. അപ്പോൾ A/B രൂപത്തിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളും കൂടിയാണ് എന്ത്? റാഷണൽ നമ്പർ. സോ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? A/B രൂപത്തിൽ എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ P/Q അല്ലെങ്കിൽ ഇപ്പം A/B എന്ന് പറഞ്ഞാൽ ഇതൊരു ഭിന്നസംഖ്യയാണല്ലോ. ഭിന്നസംഖ്യയിൽ മുകളിൽ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക? ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം. താഴെ എഴുതുന്നതിന് എന്താ പറയുക? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം. അപ്പോൾ അംശവും ഛേദവുമുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് എന്ത്? ഭിന്നക സംഖ്യകൾ. അല്ലെ, ആ രൂപത്തിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് റാഷണൽ നമ്പർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 5 റാഷണൽ നമ്പർ ആണോ? തീർച്ചയായും. കാരണം 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5/1 എന്ന് എഴുതാം. അല്ലേ? 10 റാഷണൽ നമ്പർ ആണോ? തീർച്ചയായും 10/1 എന്ന് എഴുതാം. അല്ലേ? അപ്പോൾ ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ മറ്റൊരു സംഖ്യ എന്ന രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റാഷണൽ നമ്പർ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാത്ത സംഖ്യകളുണ്ട്. അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഇപ്പോൾ ഉദാഹരണത്തിന് പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പം നിങ്ങൾ പറയാം, സാർ പൈയെ π/1 എന്ന് എഴുതിക്കൂടെ? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. പൈയെ π/1 എന്ന് എഴുതിക്കൂടെ? എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പൈക്ക് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടല്ലോ. പൈക്ക് എന്താണ് ഇനി പൈ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? പൈ എന്താണെന്ന് അറിയത്തില്ലേ? ഇങ്ങോട്ട് നോക്കിക്കോ. പൈ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു സർക്കിൾ നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സർക്കിൾ നിങ്ങൾ എടുക്കുക. ആ സർക്കിളിന് ഒരു ഡയമീറ്റർ ഉണ്ടാവുമല്ലോ. ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന 2 പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വര, ഡയമീറ്റർ. ആ ഡയമീറ്ററും അതേപോലെ അതിൻ്റെ സർക്കംഫറൻസ്, ചുറ്റുമുള്ള അളവ്, ചുറ്റളവ്. നിങ്ങളിപ്പോൾ ഒരു നൂലെടുത്ത് ഇങ്ങനെ പിടിച്ച് ഇത് ചുറ്റിനും ഇങ്ങനെ നിങ്ങൾ അളന്ന് കഴിയുമ്പോൾ ആ നൂലിൻ്റെ നീളം, അതാണ് സർക്കംഫറൻസ്. ഈ സർക്കംഫറൻസിനെ ഇതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അതാണ് പൈ. ലോകത്തുള്ള ഏത് സർക്കിൾ എടുത്തിട്ടും അതിൻ്റെ സർക്കംഫറൻസിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അത് കോൺസ്റ്റൻ്റ് ആണ്. അതായിരിക്കും എന്ത്? പൈ. അത് നിങ്ങളുടെ കയ്യെ കിടക്കുന്ന വളയോ നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയോ നിങ്ങൾ എന്ത് കുന്തോ ആയിക്കോട്ടെ, ഒരു സർക്കിൾ, ഒരു കേന്ദ്രമുള്ള ഒരു സർക്കിൾ എടുത്ത് അതിൻ്റെ സർക്കംഫറൻസിനെ, അതിൻ്റെ ചുറ്റളവിനെ അതിൻ്റെ വ്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സ്ഥിരസംഖ്യ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് പൈ. സോ പൈയുടെ വാല്യൂ എത്ര? നമ്മൾ അപ്രോക്സിമേറ്റ്ലി പൈ ഈസ് ഈക്വൽ ടു 3.14 സംതിങ് ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കൃത്യമായിട്ട് ഇത് കിട്ടത്തില്ല, പൈ. അപ്പോൾ പറയുമോ സാറേ 22/7 22/7 എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ. ഞങ്ങൾ പൈ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 22/7 ഇട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 22/7 പൈയുടെ വാല്യൂ അല്ലേ? അല്ല, കൃത്യമായ വാല്യൂ അല്ല. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇത് 22/7. 22/7 കൃത്യമായും പൈയുടെ വാല്യൂ അല്ല, അല്ലേ? അപ്പോൾ പൈക്ക് ഇതുപോലെ വേറെയും അപ്രോക്സിമേഷൻസ് ഉണ്ട്. പൈയുടെ കൃത്യമായ വാല്യൂ ഒന്നും അല്ല ഏത് 22/7. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുത്തിട്ട് പൈ മൈനസ് 22/7 എന്ന് എൻ്റർ ചെയ്ത് നോക്കുക. അവിടെ ഒരിക്കലും നിങ്ങൾക്ക് 0 കിട്ടത്തില്ല. 22/7 പൈ ഈക്വൽ ആണെങ്കിൽ എന്ത് കിട്ടും? ഒരു സംഖ്യയിൽ നിന്ന് ആ സംഖ്യ തന്നെ കുറച്ചാൽ 0. ഇപ്പം 5 - 5 0. ഇപ്പോൾ പൈയും 22/7 ഈക്വൽ അല്ല. പൈ മൈനസ് 22/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും, 0 അല്ലാതെ ഒരു ആൻസർ കിട്ടും. സോ പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 22/7. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ നമുക്ക് A/B രൂപത്തിൽ എഴുതാൻ പറ്റത്തില്ല. സോ പൈ എന്താണ്? ഇറാഷണൽ ആണ്. അതേപോലെ √2 അല്ലേ? √2 എന്ന് പറയുമ്പോൾ 1.4 സംതിങ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. പക്ഷെ അവിടെയും നമുക്ക് ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ മറ്റൊരു സംഖ്യ എന്ന് പറഞ്ഞ് √2 എഴുതാൻ പറ്റത്തില്ല. സോ √2 ഇറാഷണൽ ആണ്. √3. അപ്പോൾ അതുപോലെ കൃത്യമായ റൂട്ട് ഇല്ലാത്ത സംഖ്യകൾ, ഒരു പാറ്റേൺ ഫോളോ ചെയ്യാത്തൊരു സംഖ്യകൾ, ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് കൃത്യമായി ഹരിച്ച് കിട്ടാത്ത വാല്യൂസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പർ എന്ന് പറയാം. ഇറാഷണൽ നമ്പർ. അപ്പം റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, A/B രൂപത്തിൽ എഴുതാം. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? A/B രൂപത്തിൽ എഴുതാൻ പറ്റത്തില്ല. ഇനി അടുത്തത് ഓഡ് നമ്പേഴ്സ്. ഒന്നും പറയേണ്ട ആവശ്യമില്ല. 1, 3, 5, 7, 9 ഒറ്റ സംഖ്യകൾ. ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 അപ് ടു ഇൻഫിനിറ്റി. ഇരട്ട സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? എല്ലാം മൾട്ടിപ്പിൾസ് ഓഫ് 2, 2ന്റെ ഗുണിതങ്ങളാണ്. ഓൾ ഈവൻ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2, 2ന്റെ ഗുണിതങ്ങളാണ്. ഇനി അടുത്തത് പ്രൈം നമ്പർ. പ്രൈം നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത്രയും പ്രൈം നമ്പർ കാണാതെ പഠിക്കുകയും വേണം. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഇത്രയും പ്രൈം നമ്പേഴ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുകയും കൂടെ വേണം കേട്ടോ. ഇത്രയും പ്രൈം നമ്പർ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇനി എന്താണ് പ്രൈം നമ്പർ? വാട്ട് ഈസ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയെ
ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ നിശേഷം ഹരിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. നിങ്ങൾക്ക് ഒരു സംഖ്യയുണ്ട്, ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന 2. 2നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 കൊണ്ട് ഹരിക്കാൻ, 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ചോദിക്കുക സാറേ 0.5 കൊണ്ട് ഹരിച്ചുകൂടെ? ഡെസിമൽസ് ഒന്നും ഇവിടെ പറയരുത്, പൂർണ്ണ സംഖ്യകളായിരിക്കണം. അപ്പോൾ 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ നമുക്ക് 2നെ ഹരിക്കാൻ പറ്റുള്ളൂ, വേറെ സംഖ്യ ഒന്നും കൊണ്ട് പറ്റില്ല. സോ 2നെ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. 3ഉം പ്രൈം നമ്പറാണ്, കാരണം 3നെ 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3നെ പറയുന്ന പേര് പ്രൈം നമ്പർ എന്നാണ്. എന്നാൽ 4നെ പ്രൈം നമ്പർ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. 1 കൊണ്ടും 4 കൊണ്ടും മാത്രമേ 4നെ ഹരിക്കാൻ പറ്റുള്ളൂ? അല്ല, 2 കൊണ്ടും ഹരിക്കാം. 4നെ 2 കൊണ്ട് ഹരിക്കരുത്. അപ്പോൾ നമ്മുടെ റൂൾ എന്താ? n എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആകണമെങ്കിൽ 1 കൊണ്ടും n കൊണ്ടും മാത്രമേ അതിനെ ഹരിക്കാൻ പാടുള്ളൂ, ഹരിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു സംഖ്യ കൊണ്ടും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രൈം നമ്പർ ആണ്. ഒരു സംഖ്യയെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പം 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ? ഒരിക്കലും അല്ല. അപ്പം 4നെ നമ്മൾ എന്താ വിളിക്കുക? 4നൊരു പേര് വേണമല്ലോ, 4നെ വിളിക്കാൻ ഒരു പേര് വേണമല്ലോ. 4നെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. അടുത്ത നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്, കോമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പറിന്റെ മലയാളം അഭാജ്യ സംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പറിന്റെ മലയാളം ഭാജ്യസംഖ്യകൾ. എന്താ കോമ്പോസിറ്റ് നമ്പർ? ഒരു സംഖ്യയെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും അല്ലാതെ മറ്റ് സംഖ്യകളും കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. ഉദാഹരണത്തിന് 4, 1ഉം 4ഉം അല്ലാതെ 2 കൊണ്ടുകൂടെ ഹരിക്കാം. ഇനി 6, 1ഉം 6ഉം അല്ലാതെ 2 കൊണ്ടും ഹരിക്കാം, 3 കൊണ്ടും ഹരിക്കാം. അപ്പോൾ ഇത് കോമ്പോസിറ്റ് നമ്പറാണ്. 8 കോമ്പോസിറ്റ് നമ്പർ അല്ലേ? 1ഉം 8ഉം അല്ലാതെ 2 കൊണ്ടും ഹരിക്കാം, 4 കൊണ്ടും ഹരിക്കാം അല്ലേ? അപ്പോൾ 8 കോമ്പോസിറ്റ് നമ്പറാണ്. 9ഉം കോമ്പോസിറ്റ് നമ്പർ അല്ലേ? 1ഉം 9ഉം അല്ലാതെ 3 കൊണ്ടും കൂടെ ഹരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? 4, 6, 8, 9 ഇതൊക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യയെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇനി അടുത്തതാണ് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? പ്രൈം നമ്പറും പറഞ്ഞു, ഞാൻ വലിയ കാര്യത്തിൽ പറയാൻ വരുമായിരുന്നു. പ്രൈം നമ്പറും പറഞ്ഞു, കോമ്പോസിറ്റ് നമ്പറും പറഞ്ഞു. അടുത്തതാണ് പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ എന്താണ് ഈ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്ന സാധനം? നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു നമ്പറാണ് പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് PSC ചില സമയത്ത് ചോദിച്ച് പിള്ളേരെ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. ഇത് ആകെപ്പാടെ ഒറ്റ ചോദ്യം അവർക്ക് അതിന് ചോദിക്കാനുള്ളൂ. പക്ഷേ എന്നാലും ഇത് അറിയത്തില്ലെങ്കിൽ, ഈ സംഭവം അറിയത്തില്ലെങ്കിൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ പ്രൈം ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ സംഖ്യ, ഇപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 6നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ, 6നെ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. അതിൽ 6 ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ കൂട്ടുക. നിങ്ങൾ ഇതാ നോക്കിക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട്. 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 തന്നെ കിട്ടും. വേറെ ഏതെങ്കിലും നമ്പർ എടുത്താൽ അത് കിട്ടുമോ? ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 8 നോക്കാം. 8നെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. അതിൽ 8 ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കൂടെ കൂട്ടിക്കുക. 4, 2, 6, 1, 7 കിട്ടുന്നുള്ളൂ. അപ്പോൾ 8 എന്തല്ല? പെർഫെക്റ്റ് നമ്പർ അല്ല. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ ആകണമെങ്കിൽ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൽ 1 ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ കൂട്ടും. അതായത് അതിനെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുണ്ടല്ലോ, അതിൽ 1 ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടണം. ഇവിടെ ഇപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3. സോ നമുക്ക് 28 നോക്കാം. 28 എന്ന് പറയുമ്പോൾ എന്താ? 28ന്റെ ഫാക്ടേഴ്സ് എടുക്കുക. അതിനകത്തിൽ എന്ത് പാടില്ല? 28 അങ്ങ് മാറ്റി നിർത്തുക. 28ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 1, 2, 4, 7, 14 28 കൂടെ വരും. നമ്മൾ 28 അങ്ങ് മാറ്റി നിർത്തുക, ബാക്കിയെല്ലാം കൂടെ കൂട്ടുക. ബാക്കിയെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 28 തന്നെ കിട്ടും. അടുത്ത പെർഫെക്റ്റ് നമ്പറാണ് 496. 496 എന്ന് പറയുമ്പോൾ 496ന്റെ ഫാക്ടേഴ്സ് എടുക്കുക. ഏതൊക്കെയാണ്? 1, 2, 4, 8, 16, 31, 62, 124, 248 ഏതൂടെ വരും? 496 വരും. പക്ഷേ 496 അങ്ങ് മാറ്റി നിർത്തുക, ബാക്കി എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര തന്നെ കിട്ടും? 496 കിട്ടും. അതേപോലെ അടുത്തതാണ് 8128. അതിൽ നിങ്ങൾ ഈ 4 എണ്ണം അങ്ങ് പഠിച്ചാൽ മതി. 6, 28, 490, 8198. നിങ്ങൾ അതിന് മുകളിലോട്ട് ഈ നമ്പർ ഇത് താഴോട്ട് ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇത് ഈ 8128 കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ നമ്പറാണ്. അപ്പോൾ ഇതിലെല്ലാം പഠിക്കേണ്ട. ഈ 4 എണ്ണം പഠിച്ചു. കാരണം ഇതിൽ ആകെപ്പാട് ചോദിക്കാൻ പറ്റുന്ന ഒരു നമ്പർ സീരീസ് ചോദ്യം ചോദിക്കാം. എന്താണ്?
6, 28, 496 ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു നമ്പർ സീരീസ് ചോദ്യം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ 6, 28, 496 ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം അത് മാത്രമായിരിക്കും ഇതിന് ചോദിക്കുക. അപ്പോൾ അവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഈ 6, 28, 496 കാണുവാണെങ്കിൽ അതെന്താണെന്ന് ഓർത്തോണം, പെർഫെക്റ്റ് നമ്പർ ആണെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ബേസിക് ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം അവിടെ വരുന്നത് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കൊച്ചിലേ മുതൽ നമ്മൾ കേട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ബോട്ട് മാസ് എന്ന്, അല്ലേ? ചെറിയ ക്ലാസ് മുതൽ നമ്മളിങ്ങനെ കേട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഈ ബോട്ട് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബോട്ട് മാസ്? ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓർഡർ. നമ്മൾ ബ്രാക്കറ്റ് ഓഫ് എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ബ്രാക്കറ്റ് ഓർഡർ. അതിൽ ഓഫും വരും. ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഈ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തുവാ? ഇപ്പോൾ 2 of 3 എന്ന് പറഞ്ഞാൽ 2ന്റെ 3 എണ്ണം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ 2 of 3 മീൻസ് 2 into 3. ഓഫ് മീൻസ് മൾട്ടിപ്ലൈ, അത്രേ ഉള്ളൂ. സോ ഒന്ന് അതിൻ്റെ അത്രയും ഇത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ബോട്ട് മാസ് എന്താ പറയുന്നത്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സോ ഇവിടെ ഈ ഓ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡർ ഓർ പവർ. സോ ഇപ്പം എക്സ്പോണൻസ് ഒക്കെ വരത്തില്ല, റൂട്ട്, എക്സ്പോണൻസ്, അതൊക്കെ വരുമ്പോൾ അതിനൊരു പ്രിഫറൻസ് കൊടുക്കണം. അതാണ് ഓ ഉദ്ദേശിക്കുന്നത്. സോ ബ്രാക്കറ്റ് ഉണ്ട്, ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. നിങ്ങൾക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നിച്ച് ചെയ്യാം. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഓർഡർ നോക്കാതെ ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് അതുപോലെ പഠിച്ചുകൊണ്ട് പോകരുത്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഡിവിഷൻ എപ്പോഴും നിങ്ങൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം, 2/3. അല്ലെങ്കിൽ ഇപ്പോൾ 2 divided by 3 എന്നാണ് ചോദ്യത്തിൽ കാണുന്നതെങ്കിൽ 2/3 എന്ന് എഴുതിയിട്ട് അപ്പുറത്ത് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ 6. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണിച്ചിട്ട് ഗുണിച്ചാലും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ തന്നെ എഴുതി വെച്ച് ചെയ്യരുത്. അപ്പം അതുകൊണ്ട് ഒരു സേഫ് സോണിൽ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തൽക്കാലം ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി എന്ന് തന്നെ പഠിക്കുക കേട്ടോ. ഡിവിഷൻ കഴിഞ്ഞിട്ട് മതി മൾട്ടിപ്ലിക്കേഷൻ. ഇനി അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും നോക്കാനില്ല. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ ഒരു ചോദ്യത്തിലെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ചുകൊണ്ട് ചെയ്യാം. കൂട്ടിയിട്ട് കുറയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യനിൽ എങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിട്ട് കുറച്ചിട്ട് കൂട്ടിയാലും എല്ലാം ഒരുപോലെ. മൈനസും പ്ലസും ഒക്കെ നോക്കിക്കോണം, സൈൻ നോക്കി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ബോട്ട് മാസ് എന്ന് പറയുന്ന ആ റൂൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളതിലൊരു സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം സ്ക്രീനിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. 32 divided by 4 plus 10 into 2 minus 8 is equal to question mark. 32 divided by 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ആദ്യം ഇവിടെ ഡിവിഷനാണ് കിടക്കുന്നത് അല്ലേ? 32 divided by 4 എത്ര കിട്ടും? 8 പ്ലസ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 10 into 2 20 പിന്നെ മൈനസ് 8. അപ്പോൾ പ്ലസ് 8ഉം മൈനസ് 8ഉം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിട്ട് കുറച്ച് എഴുതുന്നെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ ഈ പ്ലസ് 8ഉം മൈനസ് 8ഉം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെങ്കിൽ 8 + 20 28 മൈനസ് 8 എത്ര കിട്ടും? 20. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി, 20 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ 2 into ബ്രാക്കറ്റ് ഉണ്ട് 5 into 3 minus 7 divided by 2 plus 6. അപ്പോൾ 2 into 5 into 3 എത്ര? 15 അല്ലേ? വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ 15 എഴുതാം, അല്ലെങ്കിൽ ഈ 5 into 3 15 എന്ന് നമുക്ക് കിട്ടുമല്ലോ. കിട്ടി. പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട്. 15 6 എത്ര? 21 മൈനസ് 7 divided by 2. അപ്പോൾ ആദ്യം സാറേ ഈ 7 divided by 2 അല്ലേ ചെയ്യേണ്ടത്? അതവിടെ കിടക്കട്ടെ. കാരണം ഞാൻ ഈ 7 divided by 2 ഞാൻ ആദ്യമേ ചെയ്തു. അത് ഇങ്ങനെ 7/2 എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ. നമുക്ക് നോക്കാം. നമുക്ക് പുറത്തൊരു സാധനം കിടപ്പുണ്ടല്ലോ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കാം. സോ 2 ഇൻറ്റു ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിനെല്ലാം ഈ 2 കൊണ്ട് ഗുണിക്കണം. കാരണം ഈ ബ്രാക്കറ്റിന് പുറത്ത് ഒരു 2 കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന 2 കൊണ്ട്
അകത്തുള്ള എല്ലാത്തിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അകത്തുള്ള എല്ലാത്തിനെയും ഞാൻ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ 21 × 2. ആദ്യം ഈ 2നെ 21 കൊണ്ട് ഗുണിക്കണം. എത്ര കിട്ടും? 42. മൈനസ് 2 × 7/2. അപ്പം 2 × 7 14/2 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, 42 മൈനസ് 14/2 എത്ര? 7. 42ൽ നിന്ന് 7 പോയാൽ എത്ര കിട്ടും? 35. കേട്ടോ, 35 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. ശരിയാണോ? യെസ്, ഓപ്ഷൻ എ. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 2 പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത്. 2 പാർട്ടായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി ഇതിനകത്തിൽ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ സൈൻ ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ, അതേപോലെ ഈ ബോട്ട്മാസിലെ തന്നെ വേറെ ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ, ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. സോ ഇതൊരു ആദ്യത്തെ ക്ലാസ് ആയിട്ട് നിങ്ങൾ കാണുക. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ ചെറിയ രീതിയിൽ ഈ ബോട്ട്മാസിൻ്റെ കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ അതൊന്ന് ചെയ്ത് നോക്കുക. അതൊക്കെ ഒന്ന് ചെയ്ത് എല്ലാവരും മസ്റ്റായിട്ടും ആ ഒരു വാട്സാപ്പ് ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതിൽ ഞാൻ ഈ പറയുന്ന അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ടായിട്ട് കാണുക. നമുക്കിനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.